ഇമാമുൽ ഹറമൈൻ നമ്മുടെ മദ്ഹബിന്റെ അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട മഹാനരാണ് ഇമാമുൽ ഹറമൈൻ. ഇമാം ഗസാലിയുടെ മഹാഗുരുവര്യർ. ആ ഇമാമുൽ ഹറമൈൻ ഹിജറ 400കളിലാണ്. ഹിജറ 400കളിൽ ജീവിക്കുന്ന ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു ജുമുഅ ഖുതുബയും ആ ഖുതുബയുടെ ശർത്തുകളും വിവരിക്കുന്ന കൂട്ടത്തിൽ ജുമുഅയുടെ ഖുതുബ കേൾക്കേണ്ടതും കേൾപ്പിക്കേണ്ടതുമായ സംഗതികൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ മഹാനവറുകൾ വിവരിക്കുന്നു. നോക്കുക, തന്റെ നിഹായത്തുൽ മത്ലബ് എന്ന ഗ്രന്ഥത്തിൽ ഇപ്പത്തെ ഫത്ഹുൽ മുഈൻ അല്ല പറയുന്നത്. ഇമാമുൽ ഹറമൈനിയുടെ കാലത്ത് ഹിജറ 400കളിലാണ് അദ്ദേഹത്തിന്റെ കാലം. അന്ന് മഹാനർ ഈ ഖുതുബ കേൾപ്പിക്കുകയും ശ്രോതാക്കൾ വന്നവർ കേൾക്കുകയും വേണം. കേൾക്കാതെ വെറുതെ ഹാജരായി പോയാൽ പോരാ എന്ന ചർച്ചകൾ നടത്തുന്ന സമയത്ത് മഹാനർ ഒരു സാധ്യത വിവരിക്കുന്നത് ഒരു പട്ടണത്തിൽ സമ്പൂർണരായ ജുമുഅക്ക് ആവശ്യമായ എണ്ണപ്പെടുന്ന പൂർണ്ണരായ 1,00,000 പേർ സമ്മേളിച്ചാൽ, മസലൻ 1,00,000 എന്നത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി 2,00,000 3,00,000 പേരാവട്ടെ, ഇങ്ങനെ ലക്ഷങ്ങൾ സമ്മേളിച്ചാൽ ഫയജിബു അലൈഹിം ഇഖാമത്തുൽ ജുമുഅ, ജുമുഅ നിർവഹിക്കൽ അവർക്ക് നിർബന്ധമാണ്. ഒരു പട്ടണത്തിൽ 1,00,000 പേർ ചേർന്നാൽ ഇവിടെ ജുമുഅ എങ്ങനെ നിസ്കരിക്കും, എന്താ ഇവിടെ കാട്ടുക എന്ന് ചോദിച്ചിട്ട് ഒഴിവാവുക പറ്റില്ല. ജുമുഅ നിർത്തൽ നിർബന്ധമാണ്. വലാകിൻ ലാ യജിബു അലൈഹിമുൽ ഇസ്തിമാഅ്, പക്ഷേ ഖതീബ് ഖുതുബയെ കേൾപ്പിക്കലും അത് ഹാജരായിട്ടുള്ള ശ്രോതാക്കൾ കേൾക്കലും ഇവിടെ നിർബന്ധമില്ല. ഈ 1,00,000 ഈ കേൾക്കൽ നിർബന്ധമില്ല. ഫഇന്ന ദാലിക ഗൈറു മുംകിനിൻ, കാരണം ഈ 1,00,000 ആളുകളെ ഖുതുബ ഓതുന്ന വ്യക്തി കേൾപ്പിക്കുക എന്നത് സാധ്യമല്ല, അസാധ്യമാണ്, അസംഭവ്യമാണ്. നമ്മളെ കൂട്ടർ മൈക്കച്ചാ പോരെ എന്നാ പറയുന്നത്. മൈക്കച്ചാ പോരെ, 1,00,000 ആളുകൾ കേൾപ്പിക്കാൻ മുംകിനല്ലാന്നോ? ഇമാമുൽ ഹറമൈൻ എന്തായി പറയുന്നത്? മുംകിനല്ലാന്നോ? മൈക്കച്ചാ മുംകിനല്ലേ എന്നാ ചോദിക്കാം. നമ്മളെ മൗലവിമാർ ചോദിക്കും, ഇമാമുൽ ഹറമൈനിക്ക് അത് അറിയാനിട്ട് കാരണം ഈ മൈക്കിന്റെ കാര്യം ശബ്ദത്തിന്റെ കാര്യം ഒന്നും അറിയില്ല ഇമാമുൽ ഹറമൈനിക്ക്. അതുകൊണ്ട് ഇമാമുൽ ഹറമൈനി പറയുന്നത് അങ്ങനെ അറിയാതെ ഉപയോഗിക്കുന്ന ആളല്ലല്ലോ ഇമാമുൽ ഹറമൈനി. ഇമാമുൽ ഹറമൈനി തങ്ങൾ ഗൈറു മുംകിൻ എന്നാ പറയുന്നത്. മനുഷ്യന്റെ സാധ്യതയിൽപ്പെട്ടതല്ല, ബുദ്ധിപരമായി അത് സാധ്യമല്ല ഈ 1,00,000 പേരെ ഖതീബ് തന്റെ ഖുതുബ കേൾപ്പിക്കുക എന്നത്. എന്നാൽ 1,00,000 പേർ ഒന്നിച്ചു ചേർന്ന് ജുമുഅ നടത്തൽ സാധ്യമുള്ളതാണ്, അവർക്ക് സാധ്യമായ ഇടപാടാണ്, ബുദ്ധിപരമായി അത് സാധ്യമാണ്. അതുകൊണ്ട് ഫയജിബുൽ ഇസ്തിമാഉ മിൻ 40 ലാ ബിഅയാനിഹിം, ഈ 1,00,000 പേർ ചേർന്നാൽ അവിടെ ഖുതുബക്ക് സാധ്യമല്ലാത്ത ഒന്ന് ശർഈ വ്യവസ്ഥ ചെയ്യുന്നില്ല. സാധ്യതയില്ലാത്ത ഒന്ന് ശർഈ നമ്മുടെ മേൽ നിർബന്ധമാക്കുന്നില്ല. അത് സാധ്യമല്ല, നടപ്പാക്കാൻ സാധ്യമല്ലല്ലോ. രൂപത്തിലെങ്കിലും ശർആക്കുന്നുമില്ല. അവിടെ മനുഷ്യർക്ക് വേണ്ടത് ഈ 1,00,000 പേർന്ന ജുമുഅയിലും പങ്കെടുക്കുന്നവരിൽ 40 പേർ ലാബി അയാനിഹിം, ഇന്നവർ എന്ന് പറയാതെ ആ 1,00,000 പേരിൽ 40 ആളുകൾ കേട്ടാൽ തന്നെ അവർ ജുമുഅ നടത്തണം, അവർക്ക് ജുമുഅ നിർബന്ധമാണ്. അതേ നിർബന്ധമുള്ളൂ അവരിൽ എന്ന് വിവരിക്കുമ്പോ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള നമ്മുടെ ഇമാമുകൾ 1,00,000 പേർ സംബന്ധിക്കുന്ന ജുമുഅയും ഖുതുബയും സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കാർക്കും മനസ്സിലാകാഞ്ഞിട്ടല്ല, ഇത്തരത്തിലുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇമാമുകൾ ശർഈന്റെ നിയമം വിവരിക്കുന്നത്. ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് ഇതിന്റെ ശുറൂത്തും ഫുറൂദും നിയമങ്ങളും ഒക്കെ നമ്മുടെ ഇമാമുകൾ വിസ്തരിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ശാഫിഈ മദ്ഹബിൽ വിവരിച്ചിട്ടുള്ളത്. വളരെ അനുഗ്രഹീതരാണ് നാം. ശാഫിഈ മദ്ഹബിന്റെ ഇമാമുകൾ ഇതൊക്കെ ചർച്ച ചെയ്ത് വിശദീകരിച്ച് 1,00,000 പേര് വന്നാലും 10,00,000 പേര് കൂടിയാലും ഒക്കെ ഉള്ള സാധ്യത നോക്കി അതിനനുസാരമായിട്ട് നബിയുടെ സുന്നത്തിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിച്ച അനുസരിച്ച് തന്റെ നിഹായത്തുൽ മത്ലബ് 2ാം വാള്യം 553 പേജിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. 40 പേരെ കേൾപ്പിക്കേണ്ടതും കേൾക്കലും നിർബന്ധമാണ് എന്ന് വിവരിക്കുന്ന സുദീർഘമായ ചർച്ചയാണ്. ആ ചർച്ചക്കിടയിൽ അവർ പറയുന്നു, 1,00,000 പേര് വന്നാൽ ആ 1,00,000 പേര് വന്നാൽ എങ്ങനെ ജുമുഅ നടത്തും? അവിടെ കേൾപ്പിക്കൽ സാധ്യമല്ല. മനുഷ്യന് ഖതീബ് കേൾപ്പിക്കണം, ശ്രോതാക്കൾ കേൾക്കണം. ഇപ്പൊ ഖതീബിന് കേൾപ്പിക്കാനും ഖതീബിനെ കേൾക്കാനും സാധ്യമല്ല എന്ന് പറയുമ്പോ യന്ത്രം വെച്ചുകൊടുത്താൽ സാധിക്കും, മാധ്യമം മുഖേന സാധിക്കും,
മാധ്യമം മുഖേനയും കേൾപ്പിക്കലുണ്ടല്ലേ എന്നാ നമ്മുടെ ആളുകൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇമാമുകൾ ചർച്ച ചെയ്തിട്ടുള്ള ഇത്തരം വിഷയങ്ങളൊക്കെ നോക്കി എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് അവർ ഇബാദത്തിന്റെ ശർത്ത് ഫർദുകളൊക്കെയും വിവരിച്ചത്. കാലാകാലങ്ങളിൽ കണ്ടെത്തുന്ന പരിഷ്കാരങ്ങളൊക്കെ ഈ ഇബാദത്തുകളിൽ കടന്നുകൂടിയാൽ ഇനി എന്തെല്ലാം സംഭവിക്കും? ഇപ്പൊ ഈ ഉച്ചഭാഷണിന്റേത് എത്തിയിട്ടുള്ളൂ. കുറച്ചുകൂടി പരിഷ്കരിച്ചാൽ തീർച്ചയായും വരും ഈ ഉച്ചഭാഷണിയിൽ തന്നെ പുരോഗമിച്ച രീതി. ഇപ്പൊ തന്നെ വന്നില്ലേ? ഷാർജയിൽ ഏതാണ്ട് ഒരു ദശകം കഴിഞ്ഞില്ലേ ഇപ്പോ? ഒരു ബാങ്ക്, ആ ഒരു ബാങ്ക് ഒറ്റന്നാണ് യന്ത്രബാങ്ക. ആ യന്ത്രബാങ്ക് സമയത്തിന് ചെയ്താൽ എല്ലാ പള്ളിയിലും അതും കേൾക്കും. എല്ലാ പള്ളിയിൽ നിന്നും മുടങ്ങും. എന്തിനാ ചെയ്തത്? നമ്മളെ നാട്ടിൽ ഇപ്പൊ നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ള പ്രശ്നത്തിന്റെ പരിഹാരം. ഒരു ടൗണിലെ ഒരുപാട് പള്ളിയിൽ ഒരു ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേറൊരു ബാങ്ക് കേൾക്കുമ്പോൾ വലിയ ശല്യാണ്, ആഭാസകരമാണ്. നമ്മുടെ ദീനിനും കുറച്ചിലാണ്. ഇവർക്ക് എന്ത് സമയമാണെന്ന് വിചാരിക്കൂലേ? മറ്റേ ഇപ്പൊ നമ്മളെ നാട്ടില് ഹനഫി പള്ളി ഇല്ലെങ്കിലോ അസർക്ക് ബാങ്ക് കൊടുക്കൽ എപ്പോഴാ? ഹനഫികള് നമ്മളെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. ഇവിടെ ഒരു കുഴപ്പമുണ്ടാകാറില്ല. കാരണം അവർക്ക് കേൾക്കുന്ന വിധത്തിൽ, അവരുടെ പള്ളിയിൽ നിന്ന് കേൾക്കുന്ന വിധത്തിൽ ആരും ശല്യപ്പെടുത്താതെ നടത്തിനെ. അപ്പൊ ഒരു കുഴപ്പമല്ല. ഇപ്പൊ ഹനഫി പള്ളിയിലും മൈക്ക്, ഷാഫി പള്ളിയിലും മൈക്ക്. ഷാഫി പള്ളിയിലെ മൈക്കിൽ അസർ നിസ്കരിക്കുന്നു. പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഹനഫി പള്ളിയിൽ നിന്ന് മുഴങ്ങുന്നു. ഇത് എന്തിനെ ബാങ്കാണ്? ഇത് എന്തിന് നിസ്കാരാണ്? അയ്യേ ബല നിസ്കാരം എന്നാണ്. ആ മൂമിനീങ്ങളെ മുഴുവൻ നമ്മൾ ശപിക്കും അറിയാതെ. പാവപ്പെട്ട മൂമിനീങ്ങൾ അവരുടെ മദ്ഹബിന്റെ നിയമമനുസരിച്ച് അവർക്ക് ഏറ്റവും ഉത്തമപ്പെട്ട സമയത്ത് അവർ നിസ്കരിക്കുമ്പോ അതിനനുസരിച്ച് അവർ ബാങ്ക് കൊടുക്കുമ്പോ ആ വ്യവസ്ഥാപിതമായ നിയമപരമായ നിസ്കാരത്തെ നമ്മൾ വിലയിടിക്കുകയും മോശമായി പരിഹസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തുന്നത് ഈ യന്ത്രത്തിന്റെ വരവിന് ശേഷമാണ്. ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ തിരിഞ്ഞപ്പോ ഒന്നുകൊണ്ട് പരിഹരിക്കുകയാണ്. ഇപ്പൊ തന്നെ ചില നാട്ടിലൊക്കെ പ്രശ്നമുണ്ട്. ഒരു നാട്ടില് ആരെങ്കിലും ഒരാൾക്ക് മൊബൈലിൽ ബാങ്ക് കൊടുത്തിച്ച് ശരിയാക്കിയിട്ട് നമ്മളെ ചെറുപ്പക്കാരല്ലേ മുഅദ്ദിനീങ്ങളൊക്കെ, വയസ്സന്മാരാരെയും കിട്ടാണ്ടോ? എല്ലാ പള്ളിയിൽ നിന്ന് മുഅദ്ദിനെ കിട്ടാണ്ടോ? കുറച്ച് പ്രായമായിക്കോട്ടെ കൂടെ പറയും, കുറച്ച് പ്രായമായിക്കോട്ടെ. ആരെ കിട്ടാനാ പ്രായമായിക്കോട്ടെ? ഇല്ല, ഒരു കുട്ടിനും കിട്ടൂല. മുഅദ്ദിനീങ്ങളും ചെറിയവരാണ്, അവരും ഉറങ്ങിപ്പോവുക മാത്രമല്ല, സാധാരണ യുവാക്കൾക്കുള്ള എല്ലാ അലസ സ്വഭാവങ്ങളും അവർക്കും ഉറപ്പാ. അതിന്റെ പേരിൽ പള്ളിയിൽ ബാങ്ക് കൊടുക്കാതെ വരുമ്പോൾ നാട്ടുകാർ പ്രയാസപ്പെടും. അപ്പൊ അതിന് ചിലരൊക്കെ ഒപ്പിക്കുന്നത് മൊബൈലിൽ ശരിയാക്കി വെച്ചിട്ട് സമയമാകുമ്പോൾ ഉടനെ തരത്തിൽ മൈക്കേറ്റ് ഘടിപ്പിച്ചിട്ട് ശരിയാക്കി കടന്നുറങ്ങുക. അവർക്ക് വീട്ടിലും പോകാം. ഇത് കേട്ട് നിക്കരിക്കാനാവുമ്പം വരുന്ന പള്ളി ഉണ്ടെങ്കിൽ സുഖമായിട്ട് വന്നാൽ മതി, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അയാൾക്ക് ഒറ്റക്ക് ഇങ്ങനെ സൗകര്യം ചെയ്യണില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാലോ. ഇനി ചെറുപ്പക്കാരിത് കണ്ടുകാണ്ട് നാട്ടുകാരെടുത്തുനിന്ന് ചീത്ത കേൾക്കണ്ടോ? ഇത് സാധാരണ ഒരുപാട് ആളുകൾ ഒപ്പിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിൽ സർവ്വസാധാരണമാണ്. ഇത്തരം കോപ്രായങ്ങളൊക്കെ കാണിക്കാൻ ശർഈ അവസരം നൽകാമോ? അങ്ങനെ ഉണ്ടാവില്ല. കാലത്തിന്റെ പുരോഗതികൾക്കനുസരിച്ച് നമ്മുടെ ജീവിത സൗകര്യത്തിൽ വരുന്ന പരിഷ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിന് വരുന്ന ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളുമൊക്കെ ഈ സൗകര്യങ്ങളൊക്കെയും ഇബാദത്തുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് കടന്നുകൂടിയാൽ ഇബാദത്തുകളുടെ അന്തസ്സത്ത നശിക്കും, ഒരുമ നശിക്കും. ഈ ഉമ്മത്തിന്റെ ആദ്യ തലമുറയെയും അന്ത്യതലമുറയെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരേ ഏകകത്തിൽ, ഒരേ രീതിയിൽ, ഒരേ ശൈലിയിൽ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നരകത്തെ തൊട്ട് അകറ്റുന്നതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റിയതൊന്നും നിങ്ങൾ കടത്തിക്കൂട്ടേണ്ട എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി, പരലോക രക്ഷയ്ക്ക് വേണ്ടി, അള്ളാന്റെ സാമീപ്യത്തിനും പൊരുത്തത്തിനും വേണ്ടി, പടച്ചോനെ ശരിക്ക് കാണാൻ വേണ്ടി നിശ്ചയിച്ചതായ ഇബാദത്ത്. ഈ ഇബാദത്തുകളെ ഏറ്റവും പുണ്യമാർന്ന രീതികളും സൗകര്യപ്രദമായ ഏറ്റവും മുന്തിയ സുന്നത്തൊക്കെ ഞമ്മക്ക് ഒഴിച്ചിട്ടിട്ട് റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾക്ക് ഇതൊന്നും സൗകര്യമില്ലാത്ത ഒരു കാലാക്കിയിട്ട് അള്ളാഹ് സൃഷ്ടിച്ചു. അല്ലേ? അള്ളാഹിനെ പറ്റി ചിന്തിക്കണം. നമ്മൾ വേറൊക്കെ ചിന്തിച്ച പോലെ കാലത്തില്ല എന്നറിയാം. അള്ളാഹ് അതിനും കഴിയല്ലോ. നമ്മളെ കാലത്ത് ഉണ്ടാക്കിയത് സ്വഹാബത്തിന്റെ കാലത്ത് ഉണ്ടാക്കാൻ അള്ളാഹ്ക്ക് കഴിയാ. അപ്പൊ നമ്മുടെ ഈ ഖുതുബ, നബിന്റെ ഖുതുബൊക്കെ കേൾക്കാൻ എത്ര ആളുകൾ വന്നിട്ട് കേൾക്കാതെ പോയിട്ടുണ്ടാവും? നബിന്റെ സ്വഹാബാക്കള് 1,00,000 പേര് ഒന്നിച്ചുകൂടിയ നബിയുടെ ഹജ്ജത്തുൽ വദാഇലെ ആ മഹത്തായ പ്രസംഗം കേൾക്കാത്ത എത്ര ആളുകൾ ഉണ്ടാവും? അത്തരം സ്വഹാബികൾക്ക് പുന്നാര നബിന്റെ ഖുതുബ കേൾക്കാനുള്ള അവസരം സൃഷ്ടിക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ലേ? അള്ളാഹ്ക്ക് ഈ യന്ത്രത്തിന്റെ സൗകര്യങ്ങളും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ അന്നത്തെ മനുഷ്യന് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരുണ്ടാക്കിയാൽ സാധിക്കൂലേ? തീർച്ചയായും അള്ളാഹ്ക്ക് കഴിയും.
പിന്നെ ഏറ്റവും മുന്തിയവരായ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഇബാദത്തുകൾ ഏറ്റവും ഉയർന്ന രീതിയിൽ നിർവഹിച്ച മുന്തിയ സ്വഹാബത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന സൗകര്യങ്ങളൊന്നും ഇല്ലാതെ, നമുക്ക് തന്ന പുണ്യങ്ങളൊന്നുമില്ലാതെ, ഓരോരുത്തരിപ്പോ പറയുന്നിട്ട് അത് സുന്നത്താ, ഇത് ഫർളാ, ഒറ്റയടിക്കാൻ പറയല്ല അത് സുന്നത്താരത്തില്ല. കാരണം വന്നവരൊക്കെ കേൾപ്പിക്കാൻ സൗകര്യല്ലേ സുന്നത്താ. ഈ സുന്നത്തുകളൊക്കെ നമുക്ക് മാത്രം കിട്ടുക, സ്വഹാബത്തിനില്ല, മുൻഗാമികൾക്കില്ല. ഇതൊക്കെ ആലോചിക്കാതിരിക്കുന്നത് തന്നെ കുഴപ്പമില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരായിട്ടുള്ള എന്റെ യുവാക്കളും ആലോചിക്കണം, പ്രിയപ്പെട്ട മുതഅല്ലിമുകളും ആലോചിക്കണം. എല്ലാവരും ഒന്ന് ചിന്തിക്കുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാൽ നടപ്പാക്കപ്പെട്ട പരിശുദ്ധ ദീൻ, അതിന്റെ ഇബാദത്തുകളുടെ തനിമയെങ്കിലും അതിന്റെ ആചാരങ്ങളുടെ തനിമയെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചു തന്ന ഫർളാക്കപ്പെട്ട കർമ്മങ്ങളുടെ നിലപാടെങ്കിലും അതിന്റെ ഏറ്റവും മുന്തിയ രീതിയിൽ, ഏറ്റവും ഉയർന്ന രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ നൽകപ്പെട്ടുള്ളതും അത് പാലിച്ചു വന്നിട്ടുള്ളതും റസൂലുള്ളാഹിന്റെ സ്വഹാബത്താണ്. ആ സ്വഹാബത്ത് തൊട്ട് ഇന്ന് വരെയുള്ള സമുദായത്തിന്റെ തലമുറകളൊക്കെ കടന്നുപോയിട്ട് ഈ അവസാനം വന്ന ഒരു 10-30 വർഷത്തിനിപ്പുറമുള്ള ആളുകൾക്ക് മാത്രം, ഹറമിൽ ഹജ്ജിന് ചെല്ലുന്നവർക്ക് പോലും 940കൾക്ക് ശേഷം മാത്രം വന്ന സൗകര്യം ഇബാദത്തിനൊരു മേന്മയാണ്, ഇബാദത്തിനൊരു മികവാണ് എന്ന് ധരിക്കുന്നവർ എത്ര മൂഢന്മാരാണ്. തീർച്ചയായും അത് മികവല്ല, ശർറയാകൂ എന്ന് കാലത്തിന്റെ വ്യത്യസ്തതക്കനുസരിച്ച് തന്നെ പിൻകാലത്തുണ്ടായി എന്നതുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടും. ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ കൊണ്ട് ഇബാദത്തുകളുടെ അന്തസ്സത്ത നശിക്കാതിരിക്കാൻ ഇബാദത്തുകളുമായി ബന്ധപ്പെടുത്താതെ, പരിഷ്കാരങ്ങൾ ഇബാദത്തുകളിൽ കടത്തിക്കൂട്ടാതെ തന്നെ വളരെയധികം യാഥാർത്ഥ്യബോധമുള്ള പണ്ഡിതന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ 1-2 പണ്ഡിതന്മാർ അവർ മാത്രം എതിർക്കുന്നതായി വിഷയം, ഇത് ഇബാദത്തുമായി ബന്ധപ്പെടുത്തുന്ന വിഷയം എന്ന് ശ്രദ്ധിക്കുകയാണ്, അങ്ങനെ പ്രചരിപ്പിക്കുകയാണ് പല ആളുകളും. ഏതെങ്കിലും ലോകത്തുള്ള ആൾക്കാർ മാത്രം, ഈ കേരളത്തിലെ 2 മൗലവിമാർ മാത്രം പറയുന്നതല്ല ഈ വിഷയം. ഇത്തരം യന്ത്രങ്ങളും ആധുനിക സൗകര്യങ്ങളും നമ്മുടെ ഇബാദത്തുകളിലേക്ക് കടത്തിക്കൂട്ടുമ്പോൾ അതുകൊണ്ട് വരാവുന്ന ഭവിഷ്യത്തുകളും വിനാശകരമായ ദുരന്തങ്ങളും ശരിക്കും ബോധ്യമുള്ള ഉഖർവിയായ ഉലമാക്കളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ എന്നും അനുഗ്രഹിച്ചിട്ടുണ്ട്. കേരളക്കാർക്ക് മാത്രം ലഭിച്ച അനുഗ്രഹമല്ല ഇത്. മുസ്ലിമീങ്ങൾ എന്ന ഈ ഉമ്മത്ത് എവിടെയുണ്ടോ അവർക്കൊക്കെയും വഴികാട്ടികളായ നായകന്മാരും സദുദ്ദേശപരമായി തന്നെ അവരെ നയിക്കുന്ന ശരിയായിട്ടുള്ള നേതാക്കളെയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷത കൊണ്ട് ഈ ഉമ്മത്തിന് അല്ലാഹു തആല സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഖൈറു ഉമ്മത്തിനെ നിലനിർത്താൻ കഴിയൂ? ഖൈറു ഉമ്മത്തല്ലേ ഖൈറു ഉമ്മ. ഈ ഖൈറു ഉമ്മത്തിന്റെ നന്മ നിലനിർത്താൻ ഈ ഉമ്മത്തിന്റെ അന്ത്യനാൾ വരേക്കുമുള്ള തലമുറകളിൽ കേരളക്കാർക്ക് മാത്രമല്ല ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ളവർക്കും നന്മയുടെ നല്ല വെളിച്ചങ്ങളെയും ദീപങ്ങളെയും വിളക്കുകളെയും അല്ലാഹു തആല സമ്മാനിച്ചിട്ടുണ്ട്. അവരൊക്കെ ഏത് നാട്ടിലുണ്ടെങ്കിലും ഇത്തരം പരിപാടികളുമായി യന്ത്രങ്ങളുമായി വരുമ്പോ അപ്പോ അവിടെ ശ്രദ്ധിക്കുകയും ചെയ്യും. അത് ഈ യന്ത്രത്തോടൊന്നും ഉണ്ടായിട്ടല്ല, ഈ യന്ത്രം ഇറക്കുന്ന കമ്പനിക്കാരോടുള്ള ദേഷ്യം കൊണ്ടുമല്ല. ഈ യന്ത്രവുമായിട്ട് ഈ യന്ത്രത്തിന്റെ ഉപയോഗം ചിലർ പറയുമ്പോൾ പറയും ഈ യന്ത്രം ഉപയോഗിച്ചാ പറയുന്നത്, ഈ യന്ത്രത്തിലാ പറയുന്നത്. കണ്ടൂടെ? അപ്പൊ തന്നെ മനസ്സിലാക്കാലോ ഈ യന്ത്രത്തിന്റെ ഉപയോഗത്തെ അല്ല ഈ പറയുന്നത്. ഈ യന്ത്രം കൊണ്ടുള്ള സൗകര്യം നമുക്ക് ആവുന്ന വിധം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ഇനി സൗകര്യമല്ല ശല്യമാണെന്ന് കണ്ടാൽ മാറ്റം വേണം, സംശയമൊന്നുമില്ല, എല്ലാവരും മാറ്റണം. ശല്യമാണെന്ന് കണ്ടാൽ മാറ്റുമ്പോ അതൊക്കെ മാറിപ്പോവും ചെയ്യും. പക്ഷെ ശല്യമാണെങ്കിലും മാറ്റൂടാ, ഇത് അവിഭാജ്യമായ ഒരു ഘടകമാണ് ഇബാദത്തിന്റെ എന്ന ഒരു ധാരണയിലേക്ക് എത്തുകയാണ് സമൂഹം. അങ്ങനെ എത്തിക്കപ്പെടുകയാണ് സമൂഹത്തെ. നമ്മളെ ഇബാദത്തിന്റെ ഒരു വലിയ കാര്യമായിക്കൊണ്ട് ഈ നിയമങ്ങളൊക്കെ കോടതികളിൽ പ്രത്യേകം പറയുമ്പോൾ നടപ്പാക്കാൻ നമ്മളെ സർക്കാർ ശരിക്കും മുന്നോട്ട് വരുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മളെ പള്ളിയിലൊക്കെ വെച്ചിട്ടുള്ള മൈക്കുകൾക്കൊക്കെ പെർമിറ്റ് വേണം, ഉപയോഗിക്കണമെങ്കിൽ പെർമിറ്റ് വേണം. എല്ലായിടത്തും വേണം മൈക്ക് പെർമിഷൻ. ഈ പെർമിഷൻ ഇല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റൂല. പക്ഷേ ഒരു നാട്ടിലും പോലീസുകാർ വരുന്നില്ലല്ലോ ഇതിന്റെ പെർമിഷൻ നോക്കിയിട്ട് മുടക്കാനോ ഒക്കെ നോക്കിയിട്ട് വരുന്നില്ല. എന്താ? പേടിയാണ്, നമ്മെ പേടി. കാരണം മതസ്വാതന്ത്ര്യത്തിലാ കൈയിടുന്നത്, ഞങ്ങളുടെ ഇബാദത്തിന്റെ നേരെയാ കൈയിടുന്നത്, പള്ളിയിലാ പയ്യ വരുന്നത്, പള്ളിയിലെ ബാങ്കിനെ എതിർക്കുന്നത് എന്ന മട്ടിലാണ് ഈ സമുദായം പ്രതികരിക്കുക. സമുദായത്തിന്റെ ഈമാനൊക്കെ നമ്മൾ ശ്ലാഘിക്കണം, സംഗതി ശരിയാ. പക്ഷേ ഇത് എന്തിനായി പറയുന്നത്?
അത്ര രൂഢമൂലമായിട്ട് വിവരക്കേട് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഒരു ഇബാദത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഭാഗമാണ്, പോയൂടാന്നുള്ള അർത്ഥത്തിൽ. എപ്പോഴാണ് ഇത് കടന്നു വരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണില്ല. നമ്മൾ നോക്കി ഏത് കാലത്ത് ഇത് പരിഷ്കരിച്ച് വരുമ്പോഴും നമ്മൾ പറഞ്ഞല്ലോ 135 കൊല്ലേ മൈക്ക് ഉണ്ടായിട്ടുള്ളൂ. ഈ യന്ത്രത്തിന്റെ സംവിധാനങ്ങളെല്ലാം ആക്കിയിട്ട് വരാൻ തുടങ്ങിയിട്ട് ഇത്ര അടുത്ത കാലം വളരെ കാലമൊന്നും ആയിട്ടില്ല. ഒരു 10-60-70 കൊല്ലേ ആയിട്ടുള്ളൂ. 1933 പഞ്ചാബിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നമുണ്ടായത് സയ്യിദ് മൗദൂദിയുടെ വലിയ ഗവേഷണ പാഠവുമായി അദ്ദേഹത്തെ വാഴ്ത്തുന്ന കൂട്ടത്തിൽ മൗദൂദിയുടെ ചരിത്രം എഴുതിയയാൾ, അബുൽ അഅല എന്ന പേരിൽ തടിച്ച പുസ്തകം എഴുതിയയാൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന കൂട്ടത്തിൽ ഈ യന്ത്രത്തിന്റെ വിവരവും വരികയാണ്. അബുൽ അഅലയുടെ നിരീക്ഷണ പാടവത്തിന് ഇനിയും എത്രയോ ദൃഷ്ടാന്തങ്ങൾ എടുത്തു പ്രസ്താവിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിന്റെ കാര്യം പറഞ്ഞിട്ട് പറയാണ്, നിരീക്ഷണ പാടവത്തിന് വളരെയധികം ദൃഷ്ടാന്തങ്ങൾ പറയാനുണ്ട്. ഉദാഹരണങ്ങൾ ഇങ്ങനെ വരുന്ന കൂട്ടത്തില് പ്രഥമമായിട്ട് കൊടുക്കുന്ന ഉദാഹരണം, ഉപഭൂഖണ്ഡത്തിലെ മതപണ്ഡിതന്മാർക്കിടയിൽ ഉച്ചഭാഷിണി മതചടങ്ങുകളിൽ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചു തർക്കം നടന്നിരുന്നു. തന്റെ യൗവനാരംഭത്തിൽ ഇതു സംബന്ധിച്ച ഒരു ഗവേഷണം അദ്ദേഹം നടത്തി. മതചടങ്ങുകളിൽ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിനു മതദൃഷ്ട്യാ തരക്കേടൊന്നുമില്ലെന്ന നിഗമനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ കഥ ഇവിടെ ചുരുക്കി വിവരിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാലത്ത് അമീറൊക്കെ ആയിരുന്ന ടി മുഹമ്മദ് സാഹിബ് അബുൽ അഅല എന്ന പേരിൽ എഴുതിയ പുസ്തകത്തിലെ അബുൽ അഅല മൗദൂദ് സാഹിബിനെ കുറിച്ച് പറയാണ്. ആ കഥ എങ്ങനെയാണ്? 1933 മധ്യത്തിൽ പഞ്ചാബിൽ നിന്ന് ഒരാൾ കത്തെഴുതി. ചെറിയ പെരുന്നാൾ നമസ്കാരവും ഖുതുബയും നടത്തുന്നതിന് വേണ്ടി ഈദ്ഗാഹിൽ സ്പീക്കർ ഫിറ്റ് ചെയ്തിരുന്നു. സ്ഥലത്തെ പണ്ഡിതന്മാർ അത് തടഞ്ഞു. ഹർവിയായ പണ്ഡിതന്മാർ അത് തടഞ്ഞു. അവർ ഈദ്ഗാഹിൽ പങ്കെടുത്തവരുടെ നമസ്കാരം ശരിയായിട്ടില്ല എന്ന് ഫത്വകൾ ഇറക്കി. കത്തിൽ പറഞ്ഞു, ഇക്കാര്യത്തിൽ അങ്ങയുടെ മാർഗദർശനം ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. അങ്ങയുടെ ഗവേഷണത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. അങ്ങയുടെ ഗവേഷണത്തിൽ വലിയ വിശ്വാസമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് അങ്ങയുടെ മാർഗദർശനം ഈ വിഷയത്തിൽ വേണമെന്ന് 33 പഞ്ചാബിൽ കത്ത്. തഫ്ഹീമാത്ത് വാളിലെ 2 പേജ് 378 ഉദ്ധരിച്ചു. ഇതിന് മറുപടിയായി അബുൽ അഅല എഴുതി, ഉച്ചഭാഷിണിയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം വക്താവിന്റെ ശബ്ദം തന്നെയാണ്. അബുൽ അഅല മൗദൂദി അദ്ദേഹത്തിന്റെ കാലത്ത് 33 ഉലമാക്കൾ എതിർത്തപ്പോ ആ ഉലമാക്കൾക്കെതിരെ ഇദ്ദേഹത്തിന്റെ നിരീക്ഷണവും ഗവേഷണവും പോകുന്ന വഴി ഉച്ചഭാഷിണിയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം വക്താവിന്റെ ശബ്ദം തന്നെയാണ്. വക്താവ് ശബ്ദിക്കുമ്പോൾ ഉച്ചഭാഷിണിയിലൂടെ അത് കേൾക്കുന്നു. അയാൾ നിശബ്ദനായാൽ കേൾക്കുന്നുമില്ല. ഇതാണ് അതിന് തെളിവ്. വിദ്യുത് ശക്തിയുടെ കഴിവുകൊണ്ട് ആ ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നുവെന്ന് മാത്രം. ആകയാൽ ഇമാമിന്റെ അനുഭാഷിണിയാണത്. അദ്ദേഹത്തിന്റെ ഉച്ചാരണത്തിലോ ശൈലിയിലോ സ്വരത്തിലോ ഒന്നും തന്നെ ഈ യന്ത്രം മാറ്റം വരുത്തുന്നില്ല. അതിനാൽ നമസ്കാരത്തിനും മറ്റും ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാമെന്നു മാത്രമല്ല, നല്ലതുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തഫ്ഹീമാത്ത് വാളിലെ 2 പേജ് 378. ഇയാളോ പ്രഥമ ഗവേഷണം ഒരുപാട് നിദർശനങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ആദ്യം കൊടുക്കുന്നത് എന്താ മട്ടം? നമ്മളെ നാട്ടിലെ ഒരു 7 വയസ്സായ കുട്ടി കാണുന്ന അതേ നിരീക്ഷണമാണോ? ഒരു 7 വയസ്സായ കുട്ടിക്ക് അറിഞ്ഞൂടെ കുത്തുപോതിയ മൂലേരെ ഒച്ച തന്നെയാ കേൾക്കണേ. അയാളെ ഒച്ചക്ക് ഒരു തരക്കേട് വരുന്നില്ല, അക്ഷരങ്ങളൊന്നും മാറുന്നില്ല, ഈണം മാറുന്നില്ല. അതുകൊണ്ട് കുത്തുപോതിയ മൂലേരെ ഒച്ച തന്നെ. ഇത് കേൾക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാക്കുന്നതിലപ്പുറം എന്തു നിരീക്ഷണമാണ് മൗദൂദ് സാഹിബ് നടത്തിയത്. വക്താവിന്റെ ശബ്ദം കേൾക്കണയിൽ ഒരു മാറ്റവും വരുന്നില്ല, അതേമാതിരി. അതുകൊണ്ട് ഇത് ശബ്ദം തന്നെയാണ്. ശബ്ദം തന്നെ കേൾപ്പിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ വിലമാക്കന്മാർ എതിർത്തത് ആ അർത്ഥത്തിലാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ആ അർത്ഥത്തിൽ എതിർത്ത ഉലമായിനെതിരില് ആദ്യമായി ഇതിനെ അനുവദിച്ചുകൊണ്ട് ഉപഭൂഖണ്ഡത്തിൽ പ്രശ്നം തീർത്തപ്പോ ആദ്യം ഇതിനെ അനുവദിച്ചു കൊടുക്കുന്നത് സയ്യിദ് മൗദൂദിയാണ്. ആ സയ്യിദ് മൗദൂദി സാഹിബ് അന്നവിടെ എതിർക്കുന്ന കാലത്ത് ഉലമാക്കൾ എതിർത്തു എന്നല്ല പറയുന്നത്, ഉലമാക്കൾ എതിർത്തു. അപ്പൊ ഉലമാക്കൾ 933 പഞ്ചാബിലെ ഉലമാക്കൾ ഇതിനെ എതിർക്കുമ്പോ കേരളത്തിലെ സംസ്ഥാനക്കാരല്ലല്ലോ, 33
933 മൗലിദുകളിൽ ഇത് ഉപയോഗിക്കുന്ന പ്രശ്നം ജാമിഉൽ അസ്ഹറിലെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചാ വിഷയമായി. മൗലിദുകളെ പ്രശ്നമല്ല, മൗലിദുകളുടെ സദസ്സിൽ ഉച്ചഭാഷകൾ ഉപയോഗിക്കുന്ന പ്രശ്നം. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ മഹാൻ അൽ മനാറുൽ ഹാദി ഫി ഖസായിസ് ശൈഖുന അൽ ഖാദി എന്ന പേരിൽ തന്റെ ഗുരുമഹാനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി അഷെയ്ഖ് അബ്ദുൽ ജലീൽ ഖാസിം എന്ന ഉലമ അസ്ഹറിൽപ്പെട്ട ഒരു മഹാൻ അദ്ദേഹത്തിന്റെ അൽ മനാറുൽ ഹാദി എന്ന ഗ്രന്ഥത്തില് കുറെ മൗലിദിന്റെ വിവരങ്ങളെ കുറിച്ചിട്ട് പറയാണ്. ഫഹഫുലുൽ മൗലിദ് മജ്മഉ ഖൈരിൻ വബറക. ഇതൊക്കെ സംസ്ഥാനക്കാരെഴുതുന്നതല്ല. മൗലിദിന്റെ സദസ്സ് നല്ല നന്മയുടെയും സമൃദ്ധിയുടെയും ബറക്കത്തിന്റെയും സദസ്സാണ്. ഇൻകാന കമാ ദക്കറ ഇബ്നു ത്വബ്ബാഖ് ഫീ ഫത്വാഹു സാലിഫ വലാ യകൂനു മജ്മഅ ഇസ്മിൻ. ഇബ്നു ത്വബ്ബാഖ് എന്നവർ തന്റെ ഫത്വ, അദ്ദേഹം ഉദ്ധരിച്ചൊരു ഫത്വയുണ്ട്, ആ മേൽച്ചൊന്ന ഫത്വയിൽ വിവരിച്ചതുപോലെയാണെങ്കിൽ അത് മുന്തിയ നല്ല ബർക്കത്തുള്ള ഒരു സദസ്സാണ്. വലാ യകൂനു മജ്മഅ ഇസ്മിൻ, അത് കുറ്റത്തിന്റെ സദസ്സല്ല. ഇല്ലാ ഇദാ കാന ഫീഹി മാ യുഖാലിഫു ശരീഅ, ശരീഅത്തിന് വിരുദ്ധമായത് അവിടെ ഉണ്ടാകുമ്പോൾ ഒഴിച്ച്. മഅകൂലൻ ഔ മശ്റൂബൻ ഔ സമാഅൻ ഔ ഇഖ്തിലാതൻ ബൈന നിസാഇ വൽറിജാൽ. തീറ്റയിൽ വിരോധിക്കപ്പെട്ടതുണ്ടെങ്കിലും പാനീയങ്ങളിലുണ്ടെങ്കിലും കേൾവിയന്ത്രങ്ങളിലുണ്ടെങ്കിലും കേൾവിയിലുണ്ടെങ്കിലും ആണുപെണ്ണുങ്ങൾക്കിടയിൽ മിശ്രിതമായി സമ്മേളിക്കുക എന്നതുണ്ടെങ്കിലും എല്ലാം ഫലാ നുഖിറു ഇഖ്തിലാതൻ ബൈന റിജാലി വന്നിസാ, ആണും പെണ്ണും കൂടി സങ്കലനമായിട്ട് ഇത് നിർവഹിക്കുന്ന സദസ്സ് നമ്മൾ അംഗീകരിക്കില്ല. വലസ്തിഅമാലൽ ആലാത്തി സൗതിയ, ശബ്ദോപകരണങ്ങളൊന്നും ഉപയോഗിക്കലും നമ്മൾ അംഗീകരിക്കില്ല. അസ്നാ അസ്സമാഇലിൽ ഖിസ്സത്തി ശരീഫ അവിൽ മദീഹി ഫീ ദാതിഹി ശരീഫ, മുത്തനബിയുടെ തിരുദാത്തിനെ മദ്ഹ് ചെയ്യുന്ന പ്രകീർത്തനങ്ങൾക്കിടയിലോ നബിയുടെ മൗലിദിന്റെ സംഭവം വിവരിക്കുന്ന ആ സംഭവങ്ങളോ കേൾക്കുന്നതിനിടെ ശബ്ദോപകരണങ്ങൾ നമ്മൾ അംഗീകരിക്കില്ല. ഹത്തൽ മുകബ്ബിറാത്തി സൗതിയ ലാ നുഖിറുഹാ അയ്ളൻ, ലൗഡ് സ്പീക്കർ വരെയും നമ്മൾ സമ്മതിക്കില്ല. ലൗഡ് സ്പീക്കർ വരെയും നമ്മൾ ആ സദസ്സിൽ സമ്മതിക്കില്ല. അതൊക്കെ വിലക്കപ്പെട്ടതാണ്. ആ വിലക്കപ്പെട്ടതില്ലെങ്കിൽ നല്ലതാണ്, ഖൈറാണ്, ബറക്കത്താണ് മൗലിദിന്റെ സദസ്സ് എന്ന് പറയുന്നത്. മൗലിദിന്റെ സദസ്സുകളിൽ ഉപയോഗിക്കുന്നതിൽ വരെ അത് ശരിയല്ലെന്നും പാടില്ലെന്നും സമ്മതിക്കില്ലെന്നും പറഞ്ഞ ഉലമാക്കൾ ജാമിഉൽ അസ്ഹറിലെ ഉലമാക്കൾക്കിടയിലുമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമാവധി നമ്മൾ ഉപയോഗിക്കുന്നിടത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ നാട്ടില് എല്ലാ ഉപയോഗത്തെങ്കിലും കടന്നു ചെന്നിട്ട് അതിനെ എതിർക്കാൻ ഉലമാക്കൾ ആരും സത്യബോധമുള്ളവർ തന്നെ അനിഷ്ടമുള്ളവർ പോലും മെനക്കെടാറുമില്ല. വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഉഖറവിയായ പരലോകബോധമുള്ള ഉലമാക്കൾ നമ്മുടെ നാട്ടിൽ പ്രതികരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ പഴയ കാലത്തെ നടന്നു വരുന്നു. നോക്കിൻ അഹ്കാമുൽ ഇബാദത്ത്, ഇത് നമ്മളാരുണ്ടാക്കിയതല്ല. ഡമാസ്കസ്കാരനായ ഒരു പണ്ഡിതനാണ് ബഷീർ അബ്ദുറഹ്മാൻ സഅബി. ഇത് നമ്മൾ പെരുമ്പാവൂരിലെ സംവാദത്തിൽ കേൾച്ചപ്പോ ഇപ്പൊ ചിലർ ഓരോരുത്തർ ഇങ്ങനെ ഓരോന്ന് എഴുതുക. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ പേരിൽ ഒരു പുസ്തകം ഇറക്കിയതുണ്ട്. ഇപ്പോ ഓരോരോ കാലത്ത് ഓരോന്ന് ഇറങ്ങുള്ളൂ. ആ ഇറക്കുന്നതിൽ പണ്ട് പറഞ്ഞു തന്നെ ആവർത്തിക്കുക. പണ്ട് അത് നടന്ന ആ സംവാദം നടന്ന കാലത്തു തന്നെ എഴുതിയതാ. സംവാദം എന്താ? ബഹുമാനപ്പെട്ട ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവറുകളും ഷെയ്ഖുന താജുൽ ഉലമ അവറുകളും നേരിട്ട് സംവാദം നടക്കുന്ന സ്ഥല പെരുമ്പാവൂര്. അവിടെ രണ്ടുപേരുടെയും ഫത്വ നൽകിയ പണ്ഡിതന്മാർ സംവാദത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ ഷെയ്ഖുനായുടെ നേതൃത്വത്തിൽ നമ്മുടെ പണ്ഡിതന്മാരെത്തി. ഈ ഉള്ളവരും ആ കൂട്ടത്തിലുണ്ട്. ഇതാ ബഹുമാനപ്പെട്ട കടങ്ങായി ഉസ്താദ് മൗലാന അവറുകളുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കൾ പലരുമുണ്ട്. ജമിയത്തുലമായുടെ ജനറൽ സെക്രട്ടറി രാമന്തളി തങ്ങൾ അവർകളുണ്ട്. അഭിവന്ദരായ ഇപ്പൊ അടുത്ത കാലത്ത് വഫാത്തായ നമ്മുടെ ഷെയ്ഖുന ഉണ്ണി ഉസ്താദ് അവർകളുണ്ട്. അങ്ങനെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഷെയ്ഖുനായുടെ കൂടെ ചെന്നു. പക്ഷെ സമയമായി നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇ.കെ. അവർകൾ വന്നില്ല. ഇതാണ് അവിടുത്തെ സംഭവം. അതിന് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ മരണപ്പെട്ടു പോയി, അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം തന്നെ അത് പോരുമ്പോഴും കഴിഞ്ഞ ശേഷവും പലവട്ടം നേരിൽ പറഞ്ഞിട്ടുണ്ട്. ഇ.കെയുടെ മഹത്വം പറയുമ്പോൾ മൂപ്പരൊരു ബഹുമാനം. ഞാൻ മൂപ്പരയിട്ട് പിരിഞ്ഞതിന്റെ ശേഷം പിന്നെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് നേരിൽ സംസാരിക്കാൻ വിഷമമുണ്ട്, നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിട്ടത്. ഇപ്പൊ നേരിൽ സംസാരിക്കാനുള്ള മൂപ്പരൊരു ബഹുമാനം എന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ സംവാദം നടക്കുന്നത്.
നേരിട്ട് ഈ യന്ത്രം ഉപയോഗിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഇത് വന്ന ശേഷമുള്ള കിതാബുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ കിതാബ് കാണിച്ചത്. അതിനിപ്പോ പറയുന്നത് ഏതോ ഒരു പുസ്തകത്തിന്റെ ഉള്ളിൽ ഒരു കിതാബിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒരു മാസികയായിട്ട് വന്നു. എന്താ കിതാബ്? അതന്നെ ഞാൻ കാണിച്ച സാധനം തന്നെ. അതേ കിതാബ് ഇപ്പൊ അടിച്ചേർക്കുന്നതാ, അതേ കിതാബാണ് അഹ്കാമുൽ ഇബാദാത്ത്. ഇപ്പൊ ഈ അടുത്ത കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് ദാറുൽ ഫിക്കർ ഡമാസ്കസ് സിറിയയിലെ ഡമാസ്കസിലെ ദാറുൽ ഫിക്കറിൽ നിന്ന് ബൈറൂത്തിലും ലെബനാനിലും അവിടെയുണ്ട്, അവിടെ നടച്ചേർക്കുന്ന ഇത് നമ്മളത് സംഗതി പറയാനുള്ളതല്ല. പുതിയ ഇതിപ്പോ സൗദിയിൽ നിന്ന് അവിടുത്തെ വലിയ റിയാദിലെ വലിയ മക്തബയിൽ നിന്ന് ഈ ദാറുസുന്നയ്ക്ക് വേണ്ടി ചില സുഹൃത്തുക്കൾ നമ്മുടെ നേതാക്കന്മാർ മേടിച്ചെന്നാണ് സ്ഥാപനത്തിന്. ഇപ്പോഴും ഇത് വിൽപ്പന നടക്കുന്നതാണ്. പല സ്ഥലങ്ങളിലും കുവൈത്തിലെ മദ്രസകളിലൊക്കെ ശാഫി മദ്ഹബ് പഠിപ്പിക്കാൻ ഈ ഗന്ധം ഉണ്ടായിരുന്നു. നമ്മുടെ റിഫായി സമസ്തയിലെ ഉലമാക്കളൊക്കെ ഇതിൽ കൊണ്ടുവരുന്നിരുന്ന സയ്യിദ് യൂസുഫ് ഹാഷിം റിഫായി ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു ഒരു കാലത്ത്. അദ്ദേഹം മരണപ്പെട്ടു എന്നാ തോന്നുന്നത്. അദ്ദേഹം ആണ് ഈ കിതാബ് നമ്മുടെ നേതാക്കന്മാർക്ക് പരിചയപ്പെടുത്തിയതും നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുനാ അവർക്ക് സമ്മാനിച്ചതൊക്കെ. ബഹുമാനപ്പെട്ട രാമന്തലി തങ്ങളുടെ വലിയ ഇഷ്ടക്കാരനായിരുന്നു മഹാനവറുകൾ. ആ കിതാബാദ് അഹ്കാമുൽ ഇബാദാത്ത് ശാഫി മദ്ഹബിലെ അത്വഹാറ, അസ്വലാ, അസ്സകാ, അസ്സൗം, അൽ ഹജ്ജ് ഈ 5 കർമ്മങ്ങളുടെയും വിധികൾ വിവരിക്കുന്ന കിതാബാണ്. ഈ കിതാബിൽ അദ്ദേഹം ഈ ഖുതുബയുമായി ബന്ധപ്പെട്ട ബാബിൽ ഖുതുബയുടെ വിവരണങ്ങൾ പറയുകയാണ്. ഷർത്തുകൾ എണ്ണുമ്പോ 7ാമത്തെ ഷർത്ത് ഇസ്മാഉൽ അർക്കാനിലി 40 മിമ്മൻ തൻഅഖിദു ബിഹിം, ഖുതുബ കെട്ടുപെടുവാൻ ആവശ്യമായ നിബന്ധനകളൊത്ത 40 ആളുകളെ ഖുതുബയുടെ ഘടകങ്ങൾ കേൾപ്പിക്കലും നിബന്ധനയാണ് 7ാമത്തെ. ബിദൂനി വാസിത്തത്തി മുകബ്ബിരിൻ, ലൗഡ് സ്പീക്കർ മാധ്യമമാകാതെ, വനഹ്ബിഹി അതുപോലെ ഇനി വല്ല യന്ത്രങ്ങളും കണ്ടെത്തിയാൽ അതൊന്നും മാധ്യമമാകാതെ 40 ആളുകളെ കേൾപ്പിക്കണം എന്ന് അതിന്റെ 128ാം പേജിലുള്ളത് അന്നവിടെ വായിച്ചു. ഇത് വാസ്തവത്തിൽ വാദപ്രതിവാദത്തിൽ വായിച്ചത് ഇങ്ങനെ പറയുന്ന കിതാബുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ്. അപ്പൊ അത് നിങ്ങൾ തന്നെ എഴുതിയതേക്കാരം. അദ്ദേഹം എന്നാ വഫാത്തായത്, അദ്ദേഹം എന്നാ ജീവിച്ചതെന്നൊക്കെയാ ചോദിച്ചത്. ഇങ്ങനെ കിതാബ് കണ്ടാലല്ലേ പറയാൻ കഴിയുള്ളൂ. ബഷീർ അബ്ദുറഹ്മാൻ സഅബി എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ കിതാബ് കയ്യിൽ കിട്ടുമ്പോ ഇദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് കിട്ടിയെങ്കിലല്ലേ അദ്ദേഹം എന്ന് ജനിച്ചു എന്ന് വഫാത്തായി എന്നൊക്കെ പറയാ. ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ഇപ്പൊ ഈ യന്ത്രം കണ്ടുപിടിച്ച ശേഷം വന്ന കിതാബുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ കാണിച്ചത്. അപ്പൊ അവിടെയും ഈ ഉലമാക്കന്മാർ ഇതിനെ എതിർക്കുന്നവരുണ്ട്. നമ്മളല്ല. ഡമാസ്കസുകാരനായ ഒരു പണ്ഡിതനാണ് ബഷീർ അബ്ദുറഹ്മാൻ സഅബി. ലൗഡ് സ്പീക്കർ എന്നത് ഖുതുബക്ക് ഉപയോഗിക്കരുത്, ഖുതുബയുടെ നിബന്ധന അതില്ലാതെ കേൾപ്പിക്കലാകുന്നു എന്ന് അദ്ദേഹം വിവരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ കിതാബ് ഇപ്പോഴും മദ്രസകളിൽ പഠിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള കിതാബ് ലോകത്തെ പല ഭാഗങ്ങളിലും ഇറങ്ങുന്നു. ഇനി നോക്കി, അൽ ഇസ്ലാം വസായിറുൽ അദിയാൻ, ഇസ്ലാമും മറ്റു മതങ്ങളും ഇതര മതങ്ങളും. ഇസ്ലാമും ഇതര മതങ്ങളും എന്നുള്ളത് നല്ല വിഷയമല്ലേ? ആ വിഷയം അതിന്റെ ഏതാണ്ട് ആധികാരികമായ രീതിയിൽ ഇസ്ലാമിനെ പ്രകീർത്തിച്ചവരെയും ഇസ്ലാമിന്റെ നിയമങ്ങളുടെ മേന്മയും വളരെ നല്ല നിലയിൽ ഉപന്യസിക്കുകയും ക്രിസ്ത്യൻ വേദങ്ങളെയും മുസ്ലിങ്ങളല്ലാത്ത മറ്റു വിഭാഗക്കാരുടെ പലരുടെയും വേദങ്ങളെയും ഒക്കെ ഉദ്ധരിച്ചിട്ട് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതകളും ഇസ്ലാമിന്റെ സവിശേഷതകളും വിവരിക്കുകയും ചെയ്ത ഒരു ഗ്രന്ഥമാണ് അൽ ഇസ്ലാം വസായിറുൽ അദിയാൻ. ഇതും നൂറി റിഫത്ത് ഖുറൂർ എന്ന ആളാണ് മുഅല്ലിഫുഹു, ഇതിന്റെ രചയിതാവ് എന്ന് നമുക്ക് കാണാം. ഇത് നമ്മുടെ കയ്യിൽ സംസ്ഥാനക്കാരുണ്ടാക്കിയ എന്ന് പറയുമ്പോ നമുക്ക് ഈ ആളുകളെ തന്നെ അറിയില്ല. ഇപ്പൊ ഇദ്ദേഹത്തെ പറ്റി എന്നാ ജനിച്ചത് എന്നാ വഫാത്തായി എന്ന് വെച്ചാൽ എനിക്ക് കിട്ടൂല. ഇപ്പൊ ആള് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലും കിട്ടില്ല. ഇത് കിതാബാണ്. ഈ കിതാബ് എഴുതിയ ആളുകള് എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാനാണ് ഇത് സൂചിപ്പിക്കുന്നതും ഉണർത്തുന്നതും. നൂറി റഅഫത്ത് ഖുറൂർ എന്ന് പറയുന്ന അദ്ദേഹം നമ്മളതിൽ ഇസ്തംബൂൾ നിറങ്ങുന്ന ആളത് ഹഖീഖത്ത് കിതാബവി. ഈ ഒരുപാട് കിതാബുകൾ വരുന്നുണ്ടല്ലോ. തുർക്കിയിലെ ഇസ്തംബൂൾ, തുർക്കിയിലെ ഈ ഇസ്തംബൂളിൽ നിന്ന് വരുന്ന അൽ ഇസ്ലാം വസായിറുൽ അദിയാൻ, ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പല വിവരങ്ങളുണ്ട്. വളരെ നല്ല, എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടു വായിച്ചപ്പോൾ നമ്മുടെ ദഅവ കോഴ്സിൽ തന്നെ ഇതിനെ അവലംബിച്ചുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. വളരെ നല്ല കിതാബ്. ഇതിന്റെ അവസാനത്തിൽ അദ്ദേഹം ഔസാഫുൽ മുസ്ലിമിൽ ഹഖീഖി, സാക്ഷാൽ മുസ്ലിമിന്റെ ഗുണങ്ങൾ എന്നും പറഞ്ഞിട്ട് ഒരു ശരിയായ മുസ്ലിമിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ വിവരിക്കുകയാണ്. ആ ഗുണങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ യഹ്റുമു അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ കശ്ഫു ഔറാതിഹിം,
നഗ്നതകൾ വെളിപ്പെടുത്താതെ അനാവരണം ചെയ്യാതെ ആവരണം ചെയ്ത് മൂടിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു വിവരം പറയുന്ന കൂട്ടത്തിലാണ്. അദ്ദേഹം വിവരിക്കുന്നത് എല്ലാ വിനോദോപകരണങ്ങളും ശബ്ദോപകരണങ്ങളും മ്യൂസിക് ഉപകരണങ്ങളും അതുപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്നതും മൗലിദ് ഓതുന്നതും രാഗയും മളിച്ചും അലങ്കോലപ്പെടുത്തി ചെയ്യുന്നതും ഒക്കെ ഹറാം. അദ്ദേഹത്തിന്റെ വിവരണമാണ്, നമ്മളെ മസാല വിവരിക്കല്ല. ഫഅമ്മൽ ഖിറാഅത്തു ബിൽ ആലാത്തിൽ മുസൂഖിയ, സംഗീതോപകരണങ്ങളെ കൊണ്ട് ബിന്നി മസലൻ ഔ അൻ ത്വരീഖി മുകബ്ബിറാത്തി സൗത്ത്, ലൗഡ് സ്പീക്കർ പോലുള്ള യന്ത്രങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയാൽ ഫയസീദു മിൻ ഹിർമതിഹാ, അത് ഹറാമാവുക എന്നതിന്റെ ഹിർമത്ത് കുറെ കൂടി അധികമാകും. അക്സറ ഫിന്നിദാഇ ലിസ്വലാ, നിസ്കാരത്തിന് വേണ്ടി ഈ യന്ത്രം ഉപയോഗിക്കുമ്പോൾ, വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ഹിയ തഗ്യീറുൽ ലിദ്ബതി അശ്കാലി ഹറകാത്തിൽ കലിമാതി വ ഇഫ്സാദിഹാ, പദങ്ങളുടെ അക്ഷരങ്ങളും ഹർക്കത്തുകളും രൂപങ്ങളും ശൈലികളും അകാര ഉകാരാദികളും ഒക്കെ മാറ്റാൻ വരെ അത് ഇടയാക്കും. സംഗീതം ആ മഠത്തിൽ പങ്കുവെക്കണ പറഞ്ഞിട്ട് فالوهابيون يمتنعون عن القراءة الموالد الشريفة في مدح الرسول. അള്ളാന്റെ റസൂലിനെ മദ്ഹ് ചെയ്ത് മൗലിദ് ഓതുക എന്നത് വഹാബികൾ വിരോധിക്കുന്നു. അത് നല്ല സുന്യ വഹാബികൾ വിരോധിക്കുന്നു. ലിഇതിഖാദിഹിം ബിതജറുദിഹി അലൈഹിസ്സലാം അനി സമഇ ബിസബബി മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ വഫാത്തോടുകൂടെ അള്ളാന്റെ റസൂല് കേൾക്കൂല എന്ന് വിചാരിച്ചിട്ടും വൽ മദ്ഹി വൈരില്ലാഹി ശിർക്കുൻ, അല്ലാഹുവെ പ്രകീർത്തിക്കുന്നത് പൗരോഹിത്യത്തിന്റെ വീരാരാധനയുടെ ഭാഗമാണ്, അത് ശിർക്കാകുന്നു ഇൻദഹും, അവരുടെ അടുക്കൽ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവർ ചെയ്യുന്നു. വാസ്തവത്തിൽ അവരുടെ ഈ ഇഅ്തിഖാദ് കുഫ്റാണ് എന്നൊക്കെ വിവരിച്ച തൊട്ടuടനെ വിവരിക്കുന്നു. ഫൽ മസ്മൂഉ മിനൽ മആദിനി സ്വാദിറു അൻ മുകബ്ബിറാത്തി സൗത്ത്, ഉച്ചഭാഷണിയിലൂടെ മുടങ്ങിക്കേൾക്കുന്ന ബാങ്കിന്റെ കുടീരങ്ങളിൽ നിന്ന് മനാരങ്ങളിൽ നിന്ന് പുറത്തു കേൾക്കുന്ന ശബ്ദം ലൈസ ബിസൗത്തിൽ മുഅദ്ദിനി, ബാങ്കുകാരന്റെ ശബ്ദമല്ല. ബൽ സൗതു സിമാരിൻ ശബീഹുൻ ബിസൗതി ഇൻസാൻ, മനുഷ്യ ശബ്ദത്തിന് സദൃശമായിട്ടുള്ള യാന്ത്രിക ശബ്ദമാണ്, വീണ ശബ്ദമാണ്. വയംബഗിൽ ഇംതിനാഉ അനിൽ ഖൗൽ ബിഉദ്ദിന ലിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുത്തു എന്ന് അതിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. ബൽ യൽസമുൽ ഖൗലു ബിഅന്നഹു ഹാന വഖ്തുസ്സലാ, നിസ്കാരത്തിന്റെ സമയമായി എന്നേ അതിനെപ്പറ്റി പറഞ്ഞോളൂ. നിസ്കാരത്തിന്റെ സമയമായി, നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തു എന്ന് പറയാൻ അതിനെപ്പറ്റി പറ്റില്ല. ലിഅന്ന സൗത്തൽ മുൻബഇസ അൻ ആലത്തി മുകബ്ബിറത്തി സൗത്ത്, ലൗഡ് സ്പീക്കറിൽ നിന്ന് ഇളകി വരുന്ന ശബ്ദം ലൈസത് ബി അദാനിൻ ഹഖീഖതൻ, അത് ശരിക്കും ബാങ്കല്ല. ബൽ ശബീഹും ബിൽ അദാൻ, അത് ബാങ്കിനോട് സദൃശമായിട്ടുള്ളതും കേവലം വാദ്യോപകരണങ്ങളുടെ രാഗവും മറ്റുമാകുന്നു എന്ന് അദ്ദേഹം വിവരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ അവസാന പേജുകളിലാണ്. ഈ ഗ്രന്ഥം എനിക്ക് യഥാർത്ഥത്തിൽ ആദ്യമായി സമ്മാനിച്ചത് പൊന്നുരുന്തി മുഹമ്മദ് മുസ്ലിയാർ അവർകളാണ്. അദ്ദേഹത്തിന്റെ വായനയിൽപ്പെട്ടപ്പോ പല കാര്യങ്ങളുണ്ട് ഇതില്. ആ വായനയിൽപ്പെട്ടപ്പോ അദ്ദേഹം കാണിച്ചു തന്നാണിത്. പിന്നീട് 2-3 കോപ്പി ഇതിന്റെ കിട്ടി, പലർക്കും കൊടുത്ത്. ഈ കാണുന്ന അൽ ഇസ്ലാമു വസായിറുൽ മുസ്ലിമീന്റെ ഗ്രന്ഥകാരനും പറയുന്നത് ഇത് ബാങ്കിൽ ഉപയോഗിച്ചാൽ ബാങ്കാവില്ല എന്നാണ്. നമ്മൾ മാത്രം എവിടെയാണ് അദ്ദേഹത്തിന്റെ നാട് എനിക്കറിഞ്ഞൂടാ, ചരിത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ പ്രബന്ധവും വിഷയവും നല്ല മട്ടുണ്ട് കേൾക്കാൻ. അദ്ദേഹം വിവരിച്ച വിവരണങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ വിഷയത്തിൽ ബന്ധമില്ലാത്തതുകൊണ്ട് മാറ്റി നിർത്താം. ഇങ്ങനെയുള്ള മഹാപണ്ഡിതന്മാർ എല്ലാ ലോകത്തിന്റെ ഭാഗങ്ങളിലും ഈ യന്ത്രത്തിന്റെ ഉപയോഗം ബാങ്ക് പോലുള്ള ഇബാദത്തുകൾക്കും ജുമാ ഖുതുബയിലേക്കും കടന്നു വന്നപ്പോൾ എതിർത്തിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് പരലോകബോധമുള്ള പണ്ഡിതന്മാർ പരിഷ്കാരങ്ങൾ ഇബാദത്തുകളിലേക്ക് കടത്തുകൂട്ടുമ്പോൾ എതിർക്കാൻ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളവർ, അതിന് തൗഫീഖ് നൽകിയിട്ടുള്ളവർ എല്ലായിടങ്ങളിലും ഇതിനെ എതിർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ വരുമ്പോ ആ കേരളത്തിലും ആദ്യകാലത്ത് ഇത് കൊണ്ടുവന്നവര് പുത്തൻവാദികളാണ്, സുന്നികളല്ല. ഈ സുന്നികള് ഇതിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്. കേരളത്തിൽ ഇത് ആദ്യം വരുന്ന കാലത്ത് 955 ജൂലൈ 3 പുറത്തിറക്കിയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു മദ്രസ പുസ്തകം, അത് കിഫായത്തുൽ വിൽദാൻ ഫീ ത്വാഅത്തിർ റഹ്മാൻ. കിഫായത്തുൽ വിൽദാൻ ഫീ ത്വാഅത്തിർ റഹ്മാൻ. ഇത് സംസ്ഥാനത്തെ മതവിദ്യാഭ്യാസ ബോർഡ് പുസ്തകമല്ല.
ഇദ്ദേഹത്തിന്റെ പേര് വായിക്കാൻ തന്നെ എനിക്ക് വളരെ പാടാ. KA മുഹമ്മദ് മൗലവി, ആലുങ്ക വെളിയിൽ വീട്, മറ്റതിൽ ഭാഗം, PO അരൂക്കുറ്റി, TC എസ്റ്റേറ്റ്. TC എസ്റ്റേറ്റ്. അപ്പോ പണ്ടത്തെ കാലത്ത് നമ്മൾ തിരുകൊച്ചി സ്റ്റേറ്റ് പറയണ ആ കാലത്ത് TC എസ്റ്റേറ്റ്. തിരുകൊച്ചി സ്റ്റേറ്റ് എന്നുള്ള പേരിൽ അരൂക്കുറ്റിയിലെ മഹാനായ ഒരു പണ്ഡിതൻ 1950കളിൽ 955 ജൂലൈ 3 പൊന്നാനി നഗരം അംശം ദേശത്ത് സ്ഥാപിച്ച മോഡേൺ ലിത്തോർ പ്രിന്റിംഗ് വർക്സിൽ അച്ചടിക്കപ്പെട്ടത് കതബഹു സൈനുദ്ദീൻ ഇബ്നു അഹ്മദ് അൽ കോടഞ്ചേരി 955 പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. 955. അന്ന് മദ്രസകളൊന്നും വല്ലാതെ വ്യാപകമായിട്ടില്ല, തിരുകൊച്ചി സ്റ്റേറ്റിൽ ഒട്ടുമില്ല. അപ്പൊ അവിടത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ ഉണ്ടാക്കപ്പെട്ട ഈ പുസ്തകത്തില് ദർസ് 37, പാഠം 37 എന്ന് വിവരിച്ചിട്ട് അദ്ദേഹം അറബ് മലയാളത്തിലെ പുസ്തകം. ഇനി ഖുതുബക്ക് ചില ഷർത്തുകളുണ്ട്. ഒന്ന്, ഖുതുബ ജുമുഅക്ക് യോഗ്യന്മാരായിട്ടുള്ള 40 അല്ലെങ്കിൽ ഹനഫി മദ്ഹബ് പ്രകാരം 4 പേരെ കേൾപ്പിക്കുക. ഹനഫി കുട്ടികളെയും ഷാഫി കുട്ടികളെയും കൂടി പഠിപ്പിക്കാൻ TC തിരുകൊച്ചി സ്റ്റേറ്റ് അല്ലേ, 2 കൂട്ടരും ധാരാളമുണ്ട്. നമ്മളെ പത്തനംതിട്ട, ഇടുക്കി ഭാഗങ്ങളിലൊക്കെ ഹനഫികൾ ഇപ്പോഴും ധാരാളം ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഉദ്ദേശിച്ച് എഴുതിയതാണ് ഹനഫി മദ്ഹബ് പ്രകാരം 4, ഷാഫി മദ്ഹബ് പ്രകാരം 40 ആളെ കേൾപ്പിക്കണം. ഇതുകൊണ്ട് ഖതീബ് ആരോഗ്യവാനും ഉച്ചത്തിൽ ഓതുവാൻ ത്രാണിയുള്ളവനും ആയിരിക്കേണ്ടതാണ്. തന്മൂലം ഉച്ചഭാഷിണി യന്ത്രം ബിദ്അത്തും ആയത് ഉപയോഗിച്ച് ഉപദേശം നടത്തുന്നതായാൽ തഹ്ദീദ് തർദീബ് കൊണ്ടുള്ള ശരിയായ ഫലം അസാധ്യവുമാകുന്നു. 1918 ഈസവിയ കൊല്ലം വരെ അദ്ദേഹം പറയുന്നു. നോക്കി, 1918 ഈസവിയ കൊല്ലം വരെ യാതൊരു പള്ളിയിലും ബിദ്അത്ത് പ്രകാരമുള്ള ഉച്ചഭാഷിണി പ്രയോഗിച്ച് ഖുതുബ ഇസ്ലാമിൽ വരുത്തിയിട്ടില്ല. വരുത്തുന്നത് ശരിയുമല്ല. പുതുപ്രസ്ഥാനക്കാർ, വഹാബികൾ പുതുപ്രസ്ഥാനക്കാർ ആകാമെന്ന് ഫത്വ ചെയ്തിരുന്നാൽ തന്നെ അവർ സാധാരണ കാണാപ്പാടം പഠിച്ചുള്ള കുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു വലാലത്തിൻ ഫിന്നാർ എന്നതിന്റെ സാരം അവരിൽ തന്നെ ഉറപ്പിക്കലാണ്. അതുകൊണ്ടും നമ്മുടെ പള്ളികളിൽ ജുമുഅയുടെ ഖുതുബക്ക് ഉച്ചഭാഷിണി ആവശ്യമില്ല. അപ്പൊ ഈ ഗ്രന്ഥം കുട്ടികളെ പഠിപ്പിക്കുന്ന കാലത്ത് 955 അന്ന് സംസ്ഥാനം ഇല്ല. തിരുകൊച്ചി സ്റ്റേറ്റിലെ ഒരു വലിയ പണ്ഡിതൻ അന്നത്തെ കാലത്ത് അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ എഴുതിയ പുസ്തകത്തിൽ 955 ഇത് പറയുമ്പോ അക്കാലത്ത് പുത്തൻവാദികളെ അവരുടെ ഹദീസ്, അവർ സാധാരണ പോകുന്ന ഹദീസ് പ്രകാരം തന്നെ ശരിയല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അക്കാലത്തും ഇതിന് എതിർപ്പുണ്ടായി കേരളത്തിൽ. 955 ഈ എതിർപ്പ് നടക്കുമ്പോ അന്ന് വഹാബികളാണ് ഈ യന്ത്രത്തിന്റെ ആളുകൾ. 966 വന്നപ്പോ അതാ നമ്മുടെ കേരളത്തിന്റെ മലബാർ ഭാഗത്തും വടക്കേ മലബാറും മധ്യ മലബാർ ഭാഗത്തും വരുന്ന പുസ്തകം അത്തംബീഹുൽ മുഹിം. ഇതും സംസ്ഥാനയുടേതല്ല. ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോ സംസ്ഥാനക്കാരുടെ ഒറ്റ, സംസ്ഥാനക്കാർ ഇറക്കിയത്, സംസ്ഥാനക്കാരും സമസ്തയായിട്ട് വിയോജിപ്പുള്ളത് ഇല്ല. സംസ്ഥാനം ഉണ്ടാകുന്നതിന് മുൻപുള്ളതാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. ഇതൊന്നും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന കേരളത്തിൽ രൂപം കൊണ്ടിട്ടേ ഇല്ല. 966 ജൂലൈ 20 പുറത്തിറക്കിയതാണ്, പ്രസിദ്ധീകരിച്ചത്. പരപ്പനങ്ങാടി ബയാനിയ ലിത്തോ പവർ പ്രസിൽ അടിക്കപ്പെട്ടത്. കതബഹുബിന് കുഞ്ഞിപ്പോക്കർ മണഞ്ചേരിയിൽ തുറക്കൽമി ഒഫറല്ലാഹു ലഹുമാവലി ജമീഅൽ മുസ്ലിമീൻ വൽ മുഅ്മിനീൻ ആമീൻ. എഴുത്തുകാരന്റെ കടക്കം പറയുന്നത് ഓർമ്മയുള്ള വല്ല നാട്ടുകാരുണ്ടെങ്കിൽ മനസ്സിലാക്കാനാണ്. ഏതായാലും പരപ്പനങ്ങാടി ബയാനിയ പ്രസ് നമ്മളെ പഴയ പ്രസ്സാണല്ലോ. സമസ്തയുടെ നായകന്മാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട TK അബ്ദുള്ള മുസ്ലിയാരുടെ പ്രസ്സാണത്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്താണിത്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് സമസ്തയുടെ പടയോട്ട നായകനും വിദ്യാഭ്യാസ ബോർഡിന്റെ ഏറ്റവും വലിയ മാന്യനും മഹാനുമായിരുന്നു. അന്ന് സമസ്തന്റെ പ്രസ്സാണ് ബയാനിയ പ്രസ്. ആ ബയാനിയ പ്രസിൽ അച്ചടിക്കപ്പെട്ടത് 966 ജൂലൈയിലാണ്. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ പിറക്കുന്നതും സമസ്ത ഇതിന് പാസ്സാക്കുന്നതും ലൗഡ് സ്പീക്കർ സംബന്ധിച്ച ഒരു തീരുമാനമെടുക്കുന്നതും 967 967 ഏപ്രിൽ 8 എടുക്കുന്ന സമസ്തയുടെ തീരുമാനത്തിൽ ശേഷം
കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഉടലെടുക്കുന്നത് 1967 നവംബർ 24 അപ്പൊ 67 നവംബർ 24 ഉണ്ടാകുന്ന സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഉടലെടുക്കുന്നതിന്റെ 1.5 വർഷം മുൻപ് 1966 ജൂലൈ 20 പ്രസിദ്ധീകരിക്കപ്പെട്ട അറബ് മലയാളത്തിലുള്ള അത്തംബീഹുൽ മുഹിമ്മു, അത്യാവശ്യമായ ഉണർത്തൽ എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ പേര്. ഷെയ്ഖ് ഹാജി AB മഹ്മൂദ് മൗല, പോസ്റ്റ് ഉടുമ്പൻതല വഴി ഇളമ്പച്ചി, തൃക്കരിപ്പൂർ, കണ്ണൂർ ജില്ല, കേരള. അദ്ദേഹമാണ് ഇത് ക്രോഡീകരിച്ച ആള്. അദ്ദേഹം കുറെ ലക്ഷമന്തി ത്വരീഖത്തിന്റെ ആളാന്നൊക്കെ ഇതിൽ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഈ അത്തംബീഹുൽ മുഹിമ്മു എന്ന ഗ്രന്ഥത്തിൽ 1966 ജൂലൈ മാസം പ്രസിദ്ധീകരിക്കുന്ന ഇതിൽ മഹത്തുക്കളായ കേരളീയർക്ക് വളരെ സുപരിചിതരായ വളരെ വലിയ മഹാന്മാരുടെ ഫത്വകളുണ്ട്. ആ ഫത്വകൾ മലബാറിലെ അറിയപ്പെട്ട വലിയ ഉലമാക്കളുടെ ഫത്വയാണ്. ഇതിൽ ഒന്നാമത്തെ ഫത്വ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇബ്ദീൻ ശൈഖു മശായിഖിനാ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ, ആ മഹാനവകളുടെ ഫത്വയാണ്. ശംസുൽ ഉലമാ ഖുതുബി അവർകൾ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ചോദ്യം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ചോദ്യത്തിന് എഴുതുന്നത് ഉത്തരം: പ്രിയപ്പെട്ട തുല്ലാബുൽ ഉലൂമേ, ലോകത്ത് 1-ാം ഖർണ് മുതൽ നടന്നു വരുന്ന ശരിയായ ജുമുഅകളിൽ മുഖ്രി ഒന്നാമതായി ചെയ്തു വരുന്നത് എന്താണെന്ന് ചിന്തിക്കുവീൻ. ഇസ്ലാമിൽ ബലമായ ആയുധമായി ഉപയോഗിച്ചു വന്ന വാൾ കയ്യിലെടുത്തുകൊണ്ട് ഇദാ ഖുൽത ലി സ്വാഹിബിക അൻസിത് വൽ ഇമാമു യഖ്തുബു ഫഖദ് ലഗൗത എന്ന ബലമായ ഉപദേശമാണ്. ഈ ഹദീസ് ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും റിവായത്ത് ചെയ്ത ഹദീസുമാണ്. ഈ ഉപദേശത്തിന്റെ താല്പര്യം ഖതീബ് മിൻബറിന്മേൽ പ്രത്യക്ഷപ്പെട്ടാൽ യാതൊരു ശബ്ദവും ഉണ്ടായിരിക്കരുതെന്നാണ്. അപ്പോൾ മനുഷ്യ ശബ്ദത്തേക്കാൾ ഏറ്റവും ഗൗരവമായ സ്പീക്കർ കൊണ്ട് ശബ്ദിക്കൽ ഈ ഹദീസിന് നേരെ വിരുദ്ധവും ഹദീസിനെയും റാവികളെയും നിഷേധിക്കലും ദീനുൽ ഇസ്ലാമിൽ ബലപ്പെട്ട നിയമത്തെ റദ്ദാക്കലും മറ്റുമാണെന്ന് പറയാതെ നിവൃത്തിയില്ല. ഇതിന് തെരിയകെട്ടി വെളിച്ചപ്പെട്ട മഹാദുഷ്ടന്മാർ മഹാപാപികളാണെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയാകുമോ? അതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട ജുമുഅന്റെ ഖുതുബയും ജുമുഅ നമസ്കാരവും സ്പീക്കറുകളിൽപ്പെടുത്തി അപമാനിക്കാതെ രക്ഷപ്പെടുവീൻ. തൽക്കാലം സൗകര്യത്തിനനുസരിച്ച് എഴുതാൻ പറഞ്ഞതാണിത്. ആവശ്യത്തിന് ഇത് മതിയാകുമെന്നതിന്മേൽ മനസ്സിരുത്തിയതും പിന്നീട് സൗകര്യം പോലെ പ്രവർത്തിക്കുന്നതുമാണ് ഇൻഷാ അല്ലാഹു തആല. അമറ ബിറഖ്മിഹിൽ മുർതജി മിർ റബ്ബിഹിൽ അഫ്വ വർ-റിദ്വാൻ മുഹമ്മദ് ഇബ്നു അഹ്മദ് ഖുതുബി ഒപ്പ്. ഇത് മഹാനായ ശംസുൽ ഉലമാ ഖുതുബി അവരുടെ ഇത് സംബന്ധിച്ചൊരു മറുപടിയാണ്. മഹാനർ പറയുന്നത് ഇത് ഖുതുബ കേൾപ്പിക്കുന്ന മാധ്യമം അല്ല. സ്പീക്കർ കൊണ്ട് ശബ്ദിക്കൽ മനുഷ്യ ശബ്ദത്തെക്കാൾ ഗൗരവമായ സ്പീക്കർ കൊണ്ട് ഖുതുബ ഓതുന്നതിന്റെ ഇടയിൽ കോലാഹലോ ശബ്ദം ഉണ്ടാക്കണേ പരിഗണനീയമല്ല. ഇത് വളരെ മോശപ്പെട്ടത് ഒഴിവാക്കേണ്ടതുമാണ്. ഇത് ഉപയോഗിക്കുന്നവർ മഹാദുഷ്ടന്മാരും പാപികളുമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ അക്കാലത്ത് പറഞ്ഞാൽ ആരും പിന്നെ ആ പ്രവൃത്തിക്ക് മെനക്കെടൂല. 966 ജൂലൈ 20 പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ ഫത്വ അതിന്റെ എത്രയോ വർഷം മുമ്പ് മഹാനർ നടത്തിയിട്ടുള്ള ഫത്വയാണ്, എഴുതി കൊടുത്തതാണ്. രണ്ടാമതിൽ ചേർക്കുന്ന ഫത്വ ആരുടേതാണെന്നറിയോ? ഇന്ന് കേരളത്തിലെ മുഴുവൻ പണ്ഡിത സഭകളുടെയും നേതൃത്വത്തിലുള്ള ഏറ്റവും ഉയർന്ന പ്രായമുള്ള പണ്ഡിതന്മാരുടെ ഗുരുവര്യരായ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലെ പ്രിൻസിപ്പളും ബാനി ഹദറത്തിന്റെ ഇഷ്ടശിഷ്യരുമായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഷെയ്ഖു മശായിഖ്നാ ഷെയ്ഖ് ആദം ഹദറത്ത്, ദക്ഷിണേന്ത്യയിലെ മുഫ്തി, മഹാനവറുകളുടെ ഫത്വയാണ്. ആ ഫത്വ വളരെ സുദീർഘമാണ്. അതിന്റെ അവസാനം അദ്ദേഹം പറയുന്നത്, ആകയാൽ ഈ യന്ത്രം നിസ്കാരത്തിനും ഖുതുബയിലും ജായിസല്ല. അതിനും പുറമെ ഈ യന്ത്രം നാട്ടിവെക്കുന്നതിൽ അധികമായ പണച്ചിലവ് വരുന്നുണ്ട്. അതിനെപ്പറ്റി ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് ഷെയ്ഖ് ആദം മുദരിസ് ബാഖിയാത്തു സ്വാലിഹാത്ത് വെല്ലൂർ. 1960 വഫാത്തായ ആളാരായ മഹാൻ 1960 അവരുടെ അവസാനത്തെ ശിഷ്യതലമുറയില് ഏറ്റവും നല്ല മഹാഭാഗ്യം ലഭിച്ച ശിഷ്യരിൽപ്പെട്ടവരാണ് നമ്മുടെ അധ്യക്ഷർ, സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ അധ്യക്ഷർ ബഹുമാനപ്പെട്ട മൗലാന എൻ.കെ. ഉസ്താദ് അവർ. അവരവിടെ ജീവിക്കുന്ന കാലത്താണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആദം ഹദറത്ത് അവർകൾ തന്റെ ഇത് സംബന്ധിച്ച ഫത്വയിൽ നിന്നും മടങ്ങിയിട്ടുണ്ട്.
അവർ പിന്നെ വേറെ ഫത്വ കൊടുത്തിട്ടുണ്ട് എന്നൊരു പ്രചാരണം ഇവിടെ കേരളത്തിൽ നടന്നു വരുന്നത് 960 അന്ന് സംസ്ഥാനം ഉണ്ടോ നോക്കി. സമസ്ത എങ്ങനെയാ? അവരൊക്കെ സംസ്ഥാനം ഉണ്ടോ? സംസ്ഥാനം ഇല്ല. 960 വഫാത്തായ മഹാൻ, ആ 60 വഫാത്തായ മഹാൻ 11/6/1380 ഹിജറ അക്കാലത്താണ് അവർ വഫാത്താവുന്നത്. ആ വഫാത്തായ മഹാൻ അവർകളെ നേരിൽ കണ്ടിട്ട് അവരുടെ ഫത്വായിൽ നിന്ന് അവർ മടങ്ങിയോ എന്ന് ചോദിക്കാൻ ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ അവർകൾ കത്തെഴുതി നിർദ്ദേശിച്ചതനുസരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് ബന്ധപ്പെട്ടവരാണ് നമ്മുടെ പ്രസിഡന്റ് മൗലാന എൻ.കെ. അവർകൾ. അവരിത് വ്യക്തമായി നമ്മളിറക്കിയ ഉച്ചഭാഷണിയും ഖുതുബയും എന്ന ഈ പുസ്തകത്തിൽ വ്യക്തമായതിന്റെ അവതാരികയിൽ ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. മഹാന് ചെന്ന് ചോദിച്ചപ്പോ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, ഇതാര് പറഞ്ഞു? ഇത് വമ്പൻ നുണയാണ്, കല്ലുവെച്ച നുണ എന്ന് അറബിയിൽ മഹാനർ പറഞ്ഞിട്ട് എന്റെ ഫത്വ ഇപ്പോഴും കുതുബ്ഖാനയിലുണ്ട്. അറബിയിലുള്ള ആ ഫത്വ നോക്കിയാൽ കാണാം. ഞാനതിൽ അടിയുറച്ചു നിൽക്കുന്നു. ഇത് സദഖത്തുല്ലാഹിൽ കോഡൂരിയോട് പറയണം എന്ന് ബഹുമാനപ്പെട്ട തന്റെ ശിഷ്യർ കൂടിയായ താജുൽ ഉലമയോട് പറയാൻ ഏൽപ്പിച്ചതിന് ഇന്ന് ദൃക്സാക്ഷിയായി അനുഭവത്തിന്റെ വിവരണമുള്ള മഹാനർ നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ മെമ്പറാക്കിയിട്ടുള്ളവരായിരുന്നു. ഈ കഴിഞ്ഞ അടുത്ത് വഫാത്തായ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ അവർകൾ. ഇന്ന് സമസ്ത മുഷാവറയിലുള്ള മുഴുവൻ മുഷാവറ മെമ്പർമാരിലും ഏറ്റവും അധികം സമസ്തയുടെ മുഷാവറയിൽ പഴക്കമുള്ളയാളും കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരായിരുന്നു. അള്ളാഹു മഹാനരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവരെ ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ സാധാരണ മെമ്പറാക്കിയതും മുശാവറ മെമ്പറാക്കുവാൻ വേണ്ടി അഭിപ്രായപ്പെട്ടതും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എൻ.കെ. ഉസ്താദ് അവർകളാണ്. അപ്പൊ ആരൊക്കെയാണെന്ന് സമസ്തയിൽ എത്ര പഴക്കമുള്ളവരുണ്ടാവും ആലോചിച്ചു നോക്കി. അങ്ങനെയുള്ളവർ വെല്ലൂർ പഠിക്കുന്ന, ഇവരൊക്കെ പഠിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ശൈഖ് ആദം ഹദറത്ത് നൽകിയ 60 ഫത്വയാണ് 966 ജൂലൈ മാസം പ്രസിദ്ധീകരിച്ചതിൽ വരുന്നത്. തൊട്ടടുത്ത് ഇതിൽ കൊടുക്കുന്ന ഫത്വ ആരുടേതാണ്? കാസർഗോഡ് കീഴൂർ മുദരിസായിരുന്ന മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന, കിയൂർ മുഹമ്മദ് മൗലവി എന്ന് കാസർഗോഡുകാരൊക്കെ അറിയും, ഒരു വലിയ മഹാന്റേതാണ്. അദ്ദേഹവും ഇത് പാടില്ലെന്നും പുതിയ ആചാരമാണെന്നും അഭിലഷണീയമല്ലെന്നും ഒക്കെ അഭിപ്രായപ്പെട്ട ഫത്വ. ഇതൊന്നും പരസ്പരം കണ്ടവരല്ല, ഓരോ കാലത്ത് കൊടുക്കുന്ന ഫത്വയാണ്. പിന്നീട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫത്വ അല്ലാഹുമ്മ ഹിദായത്തുൽ സ്വവാബ് എന്ന് പറഞ്ഞു കൊടുത്ത ഫത്വ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റിന്റെ ഫത്വയാണ്. സംസ്ഥാനത്തില്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റിന്റെ ഫത്വ ആരാണത് എന്ന് കെ സദഖത്തുള്ള മൗലവി ഒപ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർ നൽകിയ ഫത്വയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായ കാലത്ത് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. സംസ്ഥാനയുടെ ഏതല്ല വിഷയം, സമസ്തയുടെ പ്രസിഡന്റിന്റെ തന്നെ ഫത്വയാണ്. സമസ്തയുടെ പ്രസിഡന്റ് എന്ന ഔദ്യോഗിക നാമം വെച്ചുകൊണ്ട് തന്നെ മഹാനർ തന്റെ ഫത്വ എഴുതി കൊടുത്തത് ഈ പ്രസാധകൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഇതിൽ കൊടുക്കുന്ന ഫത്വ ആരാണെന്നറിയോ? ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ പണ്ഡിത സംഘടനകളുടെ തലപ്പത്തുള്ളവരുടെയും പ്രധാന ഗുരുവര്യർ, വെല്ലൂരിലെ പ്രധാന ഗുരുവരായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹദറത്ത് അവരുടേതാണ്. ഷെയ്ഖ് ഹസൻ ഹദറത്ത് അറിയാത്തവരുണ്ടോ? ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ അവർകൾ AP വിഭാഗ സമസ്തയുടെ ഏറ്റവും പഴക്കമുള്ള പ്രായമുള്ള മൂല്യം മൂപ്പരാണല്ലോ തങ്ങളും. അവരുടെ ഉസ്താദാണെന്ന് ഷെയ്ഖ് ഹസൻ ഹദറത്ത്. അവരെ മയ്യത്ത് കുളിപ്പിച്ചും കൂടി ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ അവർകളാണ്. അത്ര അടുത്തുള്ള ശിഷ്യരായിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റിന്റെ ഉസ്താദാണ്. നമ്മുടെ ഒരുപാട് നേതാക്കന്മാരുടെ ബഹുമാനപ്പെട്ട മൗലാന കടങ്ങായി ഉസ്താദ് അവരുടെ ഉസ്താദാണ്. ഇപ്പോ വഫാത്തായ എന്റെ അഭിമന്യ ഗുരു ബഹുമാനപ്പെട്ട ശൈഖുന അലി മുസ്കാരുടെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ട മൗലാന ചെറുകര ഉസ്താദിന്റെ ഉസ്താദാണ്. ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലുള്ള ബാക്കവികളായ പഴയകാലത്തെ എല്ലാവരുടെയും ഉസ്താദാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായ ചേലക്കുളം അബുൽ ബുസ്റ മൗലവിയും VM മൂസ മൗലവിയുടെയും ഒക്കെ ഉസ്താദാണ്. ആ ശൈഖ് ഹസൻ ഹദറത്തിന്റെ ഫത്വയിലും വളരെ വ്യക്തമായി അദ്ദേഹം ഇതിൽ പറ്റില്ലെന്നും പരിഷ്കാര പ്രേമികളായ ആളുകൾ കടത്തിക്കൂട്ടുന്നതാണ് ഇത്, ഇതൊക്കെ വന്നാൽ വരുന്ന അനർത്ഥങ്ങൾ എത്രയാന്ന് പറഞ്ഞിട്ട് വിവരങ്ങളുണ്ട്.
ശേഷം എല്ലാം കഴിഞ്ഞ് മുഹമ്മദ് ഷഫീഉ മുഫ്തി ദാറുൽ ഉലൂം ദയൂബന്ദ്, ദാറുൽ ഉലൂമിലെ മുഫ്തി മുഹമ്മദ് ഷഫീഉ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫത്വയുമുണ്ട്. ഇതൊക്കെയും ഇത് ലൗഡ് സ്പീക്കർ ഖുതുബയിലും ഇബാദത്തുകളിലും ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന കാര്യത്തിൽ ഏകോപിക്കുന്നു. സ്വഹീഹല്ല എന്നും ജായിസല്ല എന്നും നന്നല്ല എന്നും പറഞ്ഞതൊക്കെ ഇതിലുണ്ട്. ഇതൊക്കെയും ഗ്രന്ഥമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് 966 966 ജൂലൈ മാസം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റായിരുന്ന മഹാനവരുടെ ആ പേരിൽ തന്നെയുള്ള ഫത്വയടക്കം പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് 1967 ഏപ്രിൽ മാസം 8-ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ദൗർഭാഗ്യകരമായ മുശാവറ കൂടുന്നത്. 8-4 സമസ്തയിൽ അതുവരെ യാതൊരു തർക്കമില്ലല്ലോ. പിളർപ്പിലേക്ക് എത്തുന്നില്ല. മൂല്യന്മാരല്ലേ, തർക്കമുണ്ടാവും, പല അഭിപ്രായവും പല മൂല്യന്മാർക്കിടയിൽ ഉണ്ടാവും, പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. മയ്യത്തുണ്ടാവുമ്പോൾ നിക്കറില്ലിനെ പറ്റി അതുപോലെ പല സംഗതിനെ പറ്റിയൊക്കെ അന്നത്തെ എതിർപ്പുകൾ പലതുണ്ട്. അതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതൊക്കെ പരിഹാരം സംഘടന തന്നെ കാണും. സംഘടനക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് ഏകീകരിച്ചു പോകാനുള്ളതാണ് സംഘടന. നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സംഘടന എന്നറിയുമ്പോൾ തന്നെ ഒരു സംഘടനന്റെ എല്ലാ ഉലമാക്കളും എല്ലാ അഭിപ്രായത്തിലും ഒന്നിനാവണം എന്ന ഒരു ധാരണ പൊതുവിൽ പരക്കുകയാണ്. ഈ വിവരക്കേടുകൾ വ്യാപകമാവുന്ന കാലത്ത് ഓരോരോ തെറ്റായ ധാരണകൾ പരക്കുകയാണ്. 40 ഉലമാക്കളാണ് ഈ പണ്ഡിത സംഘടനയുടെ മുശാവറയിൽ. ഒക്കെ തികഞ്ഞ മൂല്യന്മാരാകണമെന്ന വ്യവസ്ഥ. ദൗർഭാഗ്യവശാൽ ഇപ്പത്തെ കാലം എന്നെ പോണത്തോലൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്നതാണ് സംഘം. ഏതായാലും ശരിക്കും തികഞ്ഞവരാവണം. തികഞ്ഞ ഉലമാക്കളാകുമ്പോ ഫത്വയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല, ഓരോരുത്തർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അഭിപ്രായ വ്യത്യാസമുള്ളത് പുറത്തു വിടുന്നതും അഭിപ്രായ വ്യത്യാസമുള്ളതിൽ വിഷയം പുറത്ത് തീരുമാനിച്ചാലും അത് സംഘടനയുടേതായിട്ട് എല്ലാത്തിനും ഏകീകരിക്കാന്ന് പറഞ്ഞ ആ സംഘടനാ രീതി. വ്യത്യാസം നിലനിൽക്കുന്നതാണെങ്കിലോ തീരുമാനം എടുക്കൂല. ഇതാണ് ശരിയായ സംഘടനാ രീതി എന്നും